ഹായ്, അപ്പൊ ഇത് നമ്മളുടെ സ്റ്റെയറിന്റെ അടിയിലുള്ള ഒരു കുഞ്ഞു സ്റ്റോറേജ് സ്പേസ് ആണ്. അപ്പൊ സംഭവം കണ്ട് നിങ്ങൾ നെട്ടൊന്നും വേണ്ട കേട്ടോ. ഇവിടെയാണ് നമ്മള് ക്രിസ്മസിന്റെ ഡെക്കറേഷൻസും പഴയ ക്രിസ്മസ് പുൽക്കൂടൊക്കെ സൂക്ഷിക്കാറ്. അപ്പൊ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഇയറിലെ പുൽക്കൂട്. ലാസ്റ്റ് ഇയർ നമ്മൾ രണ്ടുപേരും അടുപ്പിച്ചടുപ്പിച്ച് ഡ്യൂട്ടി ആയത് കാരണം വളരെയധികം സമയമൊന്നും കിട്ടിയില്ലായിരുന്നു. പുൽക്കൂടിന്റെ പ്ലാനൊക്കെ ഞങ്ങൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്നെങ്കിലും ഏകദേശം ഒരു ദിവസം അല്ലെ 1.5 ദിവസം കൊണ്ട് മാത്രമാണ് നമുക്കിത് ഫിനിഷ് ചെയ്യാൻ പറ്റിയത് തന്നെ. ആദ്യം ജസ്റ്റ് ഒന്ന് ബേസ് ഒക്കെ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചു. പിന്നെ പണിയൊന്നും തന്നെ നടന്നില്ല ഡ്യൂട്ടിയൊക്കെ കാരണം. അങ്ങനെ ലാസ്റ്റ് മിനിറ്റിൽ ഉണ്ടാക്കിയ ഒരു പുൽക്കൂടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് മേക്കിംഗ് വീഡിയോസ് ഇടാൻ പറ്റാതിരുന്നത്. നമ്മൾ ഓരോരോ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു കാർഡ്ബോർഡ് ബോക്സസ് ഒക്കെ വെച്ചിട്ടാണ് ഈ പുൽക്കൂടും ഇതിന് ചുറ്റുമുള്ള സീനൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ ഉണ്ടാക്കിയ കിണറാണ്, അതിൽ ക്ലേ വെച്ചിട്ടാണ് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. പിന്നെ കുറച്ച് പൈൻ കോൺസ് ഒക്കെ വെച്ചിട്ടുണ്ട്. മോസ് ഗ്രാസ് ആണ് നമ്മളിവിടെ പിടിപ്പിച്ചിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ടോപ്പ് റൂഫായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് കോർക്ക് ഷീറ്റ്സ് ആണ്. ഇപ്പൊ കോർക്ക് ഷീറ്റ്സ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ഓടിന്റെ ഷേപ്പിൽ നമ്മൾ ചെയ്തിരിക്കുകയാണ്. അത് തന്നെയാണ് നമ്മൾ തറയിലും ചെയ്തിരിക്കുന്നത്. കോർക്ക് ഷീറ്റ്സ് ചെറുതായിട്ട് കല്ലിന്റെ ഷേപ്പിലൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടിരിക്കുകയാണ്. ഇതിന് മുമ്പുള്ള വർഷങ്ങളിൽ നമ്മൾ ഉണ്ടാക്കിയ പുൽക്കൂടിന്റെ ചെറിയ ചെറിയ പീസസ് ഒക്കെയാണ്. ഇതൊക്കെ നമുക്ക് ഭാവിയിൽ വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ പാർട്സിനെ ആഡ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കുവാട്ടോ. അപ്പോ കണ്ടോ, ഇത് പ്ലാസ്റ്റർ ഓഫ് പാരീസും ക്ലേയും കാർഡ്ബോർഡ് പീസസ് ഒക്കെ വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ളതാണ് കുഞ്ഞു കുഞ്ഞു ഹൗസുകള്. പിന്നെ ഇത് കണ്ടോ, ഇത് ഏത് ഇയർലി ആണെന്നൊന്നും ഓർമ്മ വരുന്നില്ല. ഒരു കൊട്ടാരം നമ്മൾ ഉണ്ടാക്കിയത്. അപ്പൊ നിങ്ങൾ പഴയ പുൽക്കൂടൊക്കെ കണ്ടല്ലോ. അപ്പൊ ഈ സ്റ്റോർ റൂം ആണെന്നുണ്ടെങ്കിൽ പെട്ടിയൊക്കെ കൊണ്ടുവന്ന് തന്നെ നിറഞ്ഞിരിക്കുവാണ്. നമുക്കിങ്ങനെ അത്ര ക്രൗഡഡ് ആക്കിയിട്ട് വെക്കാൻ പറ്റത്തില്ല. ഹീറ്റിംഗ് ഒക്കെ ഉള്ളത് കൊണ്ട് ഇങ്ങനെ കാർഡ്ബോർഡ് ബോക്സിൽ വെക്കുന്നതും നമുക്ക് സേഫ്റ്റി അല്ല. അപ്പൊ അതുകൊണ്ട് കുറച്ചൊക്കെ നമ്മൾ ഇവിടുന്ന് മാറ്റാന്ന് വിചാരിക്കുകയാണ്. ഇത്രയധികം നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു സാധനം ആയതുകൊണ്ട് അങ്ങനെ കളയാനും നമുക്ക് തോന്നുന്നില്ല. ഞാനാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ഓൺലൈനിൽ ഇതേപോലുള്ള നേറ്റിവിറ്റി സീനും ഒക്കെ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല് വലിയ വിലയാണ് ഓരോരോ സൈറ്റുകളിലും കിടക്കുന്നത്. കണ്ടോ, ഈ നേറ്റിവിറ്റി സീനൊക്കെ കണ്ടോ, അതിനൊക്കെ തന്നെ ഇട്ടിരിക്കുന്നത് ഇത്രയധികം ഡോളേഴ്സ് ആണ്. അപ്പൊ അത് ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അത്രയൊക്കെ രൂപ കൊടുത്ത് ആരെങ്കിലും ഇത് വാങ്ങിക്കുമെന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. അപ്പൊ ഞങ്ങളുടെ ഇത്തവണത്തെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഈ പുൽക്കൂട് സെല് ചെയ്യാൻ ഇടുവാണ്. അപ്പൊ നമുക്ക് കാണാം. സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ് ആൻഡ് ബൈ.